മണിദാസ് പയ്യോളിയുടെ ഇനിയിപ്പോ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും കാണാനുള്ള ടൈമായി. ലെറ്റ്സ് വെൽക്കം. തോമാച്ചാറ് വന്നോ? വാസന്തി കിടക്കണ കണ്ണുണ്ടോ? എന്തുണ്ടേലും ചങ്കിലും ഒളിപ്പിച്ചു വെക്കും, ആരോടും പറയില്ലേ. എന്റെ വാസന്തി ആശുപത്രിക്കാര് വെട്ടിക്കീറാണ്ട് രക്ഷിച്ചില്ലേ? ഇതിനെന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്താ കാണിക്കണോ? എന്റെ വാസന്തിയെ കൊന്നിട്ട് ചങ്കിനകത്ത് ഈശ്വരനെ പോലെ കൊണ്ടുവരുന്ന എന്നിട്ട് എന്റെ ലക്ഷ്മിനും വാസന്തിനും നശിപ്പിച്ചില്ല. ലക്ഷ്മി എന്റെ ലക്ഷ്മി മിണ്ടാപ്പാലായതുകൊണ്ട് ആരൊന്നും എന്നിട്ട് ഒന്നും അറിയാത്തത് പോലെ എന്റെ വാസന്തിയുടെ ശവം തിന്നാൻ കേറി വന്നിരിക്കുക. നിന്റെ പ്രാവിനെടുക്കാതെ ചത്തോ? അയാള് ചത്തോ? ലക്ഷ്മി, എനിക്ക് കണ്ണു വേണ്ട. ഞാൻ കണ്ണു പോയിച്ചത് കിട്ടിയ ശിക്ഷയത് വേണ്ട. എനിക്ക് കണ്ണു വേണ്ട. നശിച്ച് ഈ ലോകം കാണാൻ എനിക്ക് കണ്ണു വേണ്ട. കൃഷ്ണേട്ടാ, കൃഷ്ണന്റെ കൂടെ വേണം. എന്റെ വാസന്തിയുടെ കാര്യങ്ങൾ ഭംഗിയായി നടത്തണം. വാസന്തിയെ കൊച്ചാശം പോവണ്ട. ഒരു രക്ഷയില്ലായിരുന്നു. ചേട്ടാ മണിദാസ് തകർത്ത്, ഒന്നും പറയാനില്ല, തകർത്തു. അല്ല, സിനിമ നമ്മൾ കണ്ടപ്പോഴുള്ള ഒരു ഇതുണ്ട്, അത് അതിന്റെ അപ്പുറം എനിക്ക് തോന്നി മണിദാസിയുടെ ഡയറക്ടർ ഒരാൾ പെർഫോം ചെയ്തപ്പോ അസലായിട്ട് ചെയ്തു കേട്ടോ. ചേട്ടാ ജയൻ സാറ് നമ്മളെയൊക്കെ വിട്ടുപോയപ്പോ ഒരു കാലഘട്ടം കഴിഞ്ഞാണ് മിമിക്രിക്കാരെ ഇമിറ്റേറ്റ് ചെയ്ത് വീണ്ടും അദ്ദേഹത്തിന്റെ ഓർമ്മകളും സ്റ്റേജുകളിലൊക്കെ ആയത്. പക്ഷേ മണിച്ചേട്ടൻ നമ്മളെ വിട്ടുപോയെന്ന് നമുക്ക് തോന്നുന്നേ ഇല്ല. ദിവസത്തിൽ ഒരു തവണയെങ്കിലും മണിച്ചേട്ടൻ്റെ പാട്ടോ അല്ലെങ്കിൽ മണിച്ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതോ മണിച്ചേട്ടൻ്റെ എന്തെങ്കിലും ഒരു ക്ലിപ്പോ എന്തെങ്കിലും ഒന്ന് കാണാത്ത ഒരു ദിവസവും ഇല്ലെന്നുള്ളതാണ്. നമ്മുടെ മണിച്ചേട്ടൻ അനശ്വരനാണ്. നമ്മളത് സിനിമയില് വൻ ക്രൂ ആയിട്ടാണ് ആ സാധനം ചെയ്തത്. എത്രയോ ആർട്ടിസ്റ്റുകളെന്ന് അറിയാനത് മണിച്ചേട്ടൻ അത് ഇത് അതൊക്കെ ആ ഒരാള് ഇപ്പൊ ചെയ്തപ്പോ നമുക്ക് ആ മനസ്സിൽ എല്ലാവരും കൂടി നമുക്ക് കണ്ട പോലെ തന്നെ എനിക്കാണ്. പുള്ളിക്ക് എനിക്ക് ഫിഗറും സൗണ്ടും മാത്രമല്ല, മണിച്ചേട്ടന്റെ പേര് വരെ കിട്ടി. പേരും മണിയെന്നാ. മണി തന്നെയാണ് പേര്. ദാസ് പ്രൊഫഷനിലേക്ക് കയറിയപ്പോ ഇട്ടതാണ്. അതെ അതെ.